അപ്പൊ ഞാനൊരു സെഗ്മെന്റിലേക്കാണ് കൊണ്ടുവന്നത്. ഈ സെഗ്മെന്റിന്റെ പേരാണ് മലയാളം മാത്രം. അപ്പൊ ഞാനൊരു കാര്യം പറയും, അപ്പൊ അതിന് നിങ്ങൾ മലയാളത്തിൽ മാത്രം വേണം എന്റെ അടുത്ത് പറയാൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സുരേഷ് ചേട്ടന്റെ അടുത്താണ്. അപ്പം ഫ്ലാസ്ക് എന്നാണല്ലോ നമ്മുടെ സിനിമയുടെ പേര്. ഫ്ലാസ്കിന്റെ മലയാളം എന്താണെന്ന് അറിയോ? ഫ്ലാസ്കിന് മലയാളം ഉണ്ടോ? ഫ്ലാസ്കിന് മലയാളം ഞാൻ പറയട്ടെ. ശൈത്യബാധ നിരോധന കുപ്പി. ഓക്കെ, ശൈത്യബാധ നിരോധന കുപ്പി എന്ന ചലച്ചിത്രത്തെ പറ്റി ഒരു നിമിഷത്തിനപ്പുറം ആംഗലേയ പദങ്ങളില്ലാതെ സംസാരിക്കുക. ഞാൻ തോറ്റു. ഇല്ല, ട്രൈ ചെയ്യും. ഇംഗ്ലീഷ് വരുമെന്നായി. ഞാൻ പഠിച്ചതല്ല ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. വീട്ടില് മമ്മി ഇംഗ്ലീഷ് ആണ്. ഊട്ടിയിലെ ബോർഡിംഗ് സ്കൂള് ഡാഡി മമ്മി ഇംഗ്ലീഷുകാരാണ്. എന്നാലും ശൈത്യബാധ നിരോധന അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ആ പരിപാടി കുപ്പിയില് വേണ്ട. സിനിമയെ പറ്റി പറയാനല്ലോ പറഞ്ഞു. ഈ ചലച്ചിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ എന്റെ കഥാപാത്രം അതൊക്കെ പെട്ടുപോയി. ജഡ്ജിമെന്റ് മജിസ്ട്രേറ്റ് എല്ലാം ഇംഗ്ലീഷ് വാക്കല്ലേ മലയാളത്തിലുള്ള ന്യായാധിപൻ. ഈ ചലച്ചിത്രത്തിൽ ഞാനൊരു ന്യായാധിപന്റെ വേഷമാണ് അവതരിപ്പിക്കുന്നത്. എന്റെ കൂടെ എന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ ഞാൻ എന്ത് പറയും? അതൊന്നും വലിയ പാടാണ്. ചേട്ടാ പറയാൻ പറ്റുമോ? ട്രൈ ചെയ്യാം. ഇവർക്ക് പറയാൻ പറ്റും. ഇവര് മലയാളം പഠിച്ച ആൾക്കാർ. രാഹുൽ റിജി നായർ എന്ന് പറഞ്ഞ സംവിധായകന്റെ പടത്തിൽ ഞാൻ നേരത്തെ അഭിനയിച്ചിട്ടുണ്ട്. ഡാഗ്നി എന്നാണ് ആ ചലച്ചിത്രത്തിന്റെ പേര്. ഞങ്ങളത് ഊട്ടിയിലാണ് ചിത്രീകരിച്ചത്. സിനിമയെ പറ്റിയല്ല. ആ ചലച്ചിത്രത്തിൽ എനിക്ക് അനുഭവപ്പെട്ടത് ഈ പറഞ്ഞ രാഹുൽ റിജി നായർ ഒരു നല്ല സംവിധായകനും അതിലുപരി ഒരു നല്ല റൈറ്ററും സുരേഷ് കൃഷ്ണ എന്ന ബോധ്യപ്പെടുത്തൽ നക്ഷത്രത്തെ പറ്റി ഒരു നിമിഷത്തിൽ കവിഞ്ഞ് സംസാരിക്കുക. വർഷങ്ങൾക്ക് മുമ്പേ എന്റെ അമ്മയാണ് സുരേഷിനെ കുറിച്ച് പറയുന്നത്. അതായത് പറഞ്ഞത് കേട്ടപ്പോ ഞാൻ തന്നെ ഞെട്ടി. എന്താ വെച്ചാൽ ഞാൻ അതിന് മുന്നേ കണ്ടിട്ടുള്ള പുള്ളിക്കാരന്റെ മറ്റു കഥാപാത്രങ്ങൾ, അതായത് പേടിപ്പിക്കുന്ന കഥാപാത്രങ്ങളോ ഇല്ലെങ്കിൽ അത്തരം കഥാപാത്രങ്ങളോ. അപ്പോ അമ്മയെ കുറിച്ച് തന്നെയാണോ ഈ പറയണത്? അല്ല, നീ വിചാരിക്കണ പോലെ അല്ല, അയാള് വേറൊരു ഭയങ്കര നല്ല പയ്യനാണ് അങ്ങനെ പറഞ്ഞ. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ, അവര് തമ്മിലൊരു സൗഹൃദം ഉണ്ട്, നല്ല ഇതാണ്, അമ്മ റെക്കമെൻഡ് ചെയ്യും എന്നുള്ളതിന്റെ ഒരു അത് പോയി. അടുത്തത് രാഹുൽ ഏട്ടാ. പക്ഷെ 1 മിനിറ്റ് കഴിഞ്ഞെന്ന് തോന്നുന്നു. രാഹുൽ ഏട്ടാ, ചലച്ചിത്ര പ്രദർശനശാലകളിൽ സാധാരണക്കാരന് താങ്ങാനാവാത്ത വിധം ഉയർന്ന വിലയിൽ ചോളപ്പൊരിയും ശീതളപാനീയങ്ങളും പലഹാരങ്ങളും വിൽക്കപ്പെടുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? അല്ല, ഒരു ഇന്ററപ്റ്റ് ചെയ്തോട്ടെ. അതിനൊരു ഇതുണ്ടല്ലോ, ഒരു എന്താണ്, ഒരു കപ്പം ഉണ്ടല്ലോ, അതിന്റെ പേര് നിങ്ങൾക്ക് അറിയുമോ? കപ്പോ? അതുപോലെ അറിയില്ല. അതെനിക്കറിയില്ല. എനിക്ക് ചോദ്യം ചോദിക്കാനല്ലോ, എനിക്ക് ഇതിനുള്ള ബുദ്ധിയില്ല. ഇതിനെ പറ്റിയുള്ള എന്റെ അഭിപ്രായം എന്താണെന്നോ, ചൂളപ്പൊരിയും ശീതളപാനീയങ്ങളും ഒക്കെ നമ്മുടെ ആരോഗ്യത്തിന് അത്ര സിനിമ കാണാൻ വരുന്നവർ, അല്ലെ ചലച്ചിത്ര പ്രദർശനശാലകളിൽ
ചലച്ചിത്രം കണ്ട് വീട്ടിൽ പോയി ആഹാരം ഉണ്ടാക്കി കഴിച്ച കഴിക്കുക. ആരോഗ്യകരമായൊരു തീരുമാനമായിരിക്കും. Okay. സാമ്പത്തികപരമായിട്ടും കുടുംബങ്ങൾക്ക് അതൊരു നല്ല ആശ്വാസകരമാണ്. ആശ്വാസമായിരിക്കും. Okay, അടിപൊളി, അടിപൊളി, അടിപൊളി. Okay, അപ്പം ഈ സെഗ്മെന്റിൽ നിന്നും വേറൊരു സെഗ്മെന്റിലേക്കാണ് കൊണ്ടുവന്നത്. ഈ സെഗ്മെന്റിന്റെ പേരാണ് ദിസ് ഓർ ദാറ്റ്. അപ്പം എന്തുകൊണ്ട് ആ ഒരു ദാറ്റ് അല്ലെങ്കിൽ ദിസ് ചൂസ് ചെയ്യണം എന്നും കൂടെ പറയണം. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ രാഹുലേട്ടനോടാണ്. ടെക്കിയായ രാഹുൽ രജി നായർ സിനിമയിലേക്ക് വന്നപ്പോ ഉള്ള മാറ്റം. എ, ഒരു സ്ഥിര വരുമാനം പോയി കിട്ടി. ഓപ്ഷൻ ബി, പുതിയ സിനിമയ്ക്ക് കഥ ആലോചിച്ചുള്ള ടെൻഷൻ. ഏത് ചൂസ് ചെയ്യും? ഓ, ഇതിലേത് ചൂസ് ചെയ്യും? എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യണം കൂടെ പറയണോട്ടാ. എപ്പോഴും പുതിയ സിനിമയ്ക്ക് വേണ്ടിയുള്ള കഥ ആലോചിക്കുന്ന ടെൻഷനാണ്. സ്ഥിര വരുമാനത്തെ പറ്റി ടെൻഷനാണോ അതിനു വേണ്ടിയുള്ള ഒരു സെർച്ച്. അത് എപ്പോഴും അതാണ് കൂടുതൽ പേടിയാവുന്നത്. അലട്ടുന്നത്. വരുമാനം ഭാര്യക്ക് ജോലി ഉള്ളതുകൊണ്ട് ഇതുവരെ ബുദ്ധിമുട്ട്. ഭാര്യയുടെ ശമ്പളത്തിൽ ജീവിച്ച് ഞാൻ ശീലമായി. അത് ഞാൻ സംതൃപ്തനായിരുന്നു. എന്റെ ഭാര്യ എന്നെ വളരെ നന്നായിട്ടാണ് നോക്കിയിട്ടുള്ളത് ഇല്ലാത്ത കാലങ്ങള്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. എന്നാ പക്ഷെ പുതിയ കഥയ്ക്ക് വേണ്ടിയുള്ള തെരച്ചില്, പുതിയ കഥ കണ്ടെത്തുന്നത്, അത് ചില കഥകൾ നമ്മൾ ഒരുപാട് നാൾ അതിന്റെ കൂടെ സഞ്ചരിച്ച് കഴിയുമ്പോൾ അയ്യോ ഇത് പോരാൻ തോന്നും. അപ്പം അടുത്തത് കണ്ടെത്താൻ ശ്രമിക്കുക. അതിനും അപ്പൊ അതിനേക്കാൾ കൂടുതൽ പറയുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പം ഇപ്പോഴത്തെ ഒരു യങ്ങർ ജനറേഷൻ ജെൻസിക്ക് ഇഷ്ടപ്പെടുന്ന മ്യൂസിക് എന്താ, അവരുടെ ടേസ്റ്റ് എന്താ, ഇത് ശരിക്കും എന്നെ ഭയങ്കരമായിട്ട് ആസ് എ ഫിലിം മേക്കർ കൺസേൺ ചെയ്യുന്നുണ്ട്. കാരണം എനിക്കിത് മനസ്സിലാവുന്നില്ലേ, എനിക്ക് ഇവർ ഇഷ്ടപ്പെടുന്ന കൈൻഡ് ഓഫ് സിനിമകൾ എന്താ. ഇപ്പൊ നമ്മള് ഇഷ്ടപ്പെടാത്ത പല മെറ്റീരിയൽ ഇവർക്ക് അപ്പം അവരെന്താണ് അതിൽ കാണുന്നത്. അപ്പൊ അവരുമായിട്ട് അവരുടെ ഇഷ്ടങ്ങൾ എന്താ, അവരുടെ പ്രിഫറൻസസ് എന്താ, കോണ്ടന്റിനകത്താണെങ്കിൽ അല്ലെ ഫുഡിനകത്താണെങ്കിൽ മ്യൂസിക്കിനകത്താണെങ്കിൽ ഇതിനകത്ത് അപ്ഡേറ്റഡ് ആവാൻ ഞാൻ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് ഞാൻ കോൺഷ്യസ്ലി അത് പഠിക്കും. ഞാൻ അങ്ങനെ മലയാള സിനിമ പാട്ടുകൾ മാത്രം കേട്ട് വളർന്നിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ ഇപ്പം കൊറിയൻ പോപ്പൊക്കെ കേൾക്കാൻ തുടങ്ങി. കെ പോപ്പ് എനിക്കറിയാം. അപ്പം അത് ഞാൻ പറഞ്ഞ ഇവരൊക്കെ കേൾക്കുന്ന എന്താണെന്ന് കേട്ടിട്ട് അത് കേൾക്കാൻ എനിക്കത് ചിലപ്പോൾ ആദ്യമൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഉമ്മർ എന്തോ സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല, ഭാഷ പോലും കണക്ട് ആവുന്നില്ല. പക്ഷെ പർപ്പസ്ഫുള്ളി അത് കേൾക്കാൻ, അല്ലെങ്കിൽ ആ മ്യൂസിക്, അവര് ഇഷ്ടപ്പെടുന്ന ഗെയിംസ്, ഇപ്പം നമ്മൾ കളിച്ച കളികളൊന്നുമല്ല, ഇവര് പറയുന്ന ലിംഗോ ഇവരുടെ ഭാഷ മനസ്സിലാക്കാൻ എനിക്ക് ഇവര് ചില വാക്കുകൾ പറയുമ്പോൾ എനിക്ക് ഇൻസെക്യൂർ ആവാറുണ്ട്. അല്ലാതെ ഇവരുടെ റെഗുലർ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് കണക്ട് ആയില്ലെങ്കിൽ അത് ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഇൻസെക്യൂർ ആക്കാറുണ്ട്. അതെന്ന് പറയുന്നത് എനിക്ക് ഞാൻ ചെയ്യുന്ന സിനിമകൾ അവർക്കും അപ്പീൽ ചെയ്യണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അപ്പം അവർക്ക് കൂടി കണക്ട് ആവുന്ന കഥകള്, അവർക്ക് കണക്ട് ആവുന്ന മ്യൂസിക്, ഇതെല്ലാം ഞാനും അതിനോടൊരു അഭിരുചി വളർത്തുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ കഥകൾ അന്വേഷിക്കുമ്പോൾ ആ സെർച്ച് ഇച്ചിരി കൂടെ ഡിഫിക്കൽട്ടാണ്. ഓക്കെ, അടുത്തത് സിദ്ധാർത്ഥേട്ടനോടാണ്. താടി വെക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ. സിദ്ധാർത്ഥേട്ടൻ താടി വെക്കുന്ന, എനിക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ താടി ഓക്കെ. സിദ്ധാർത്ഥ് ഭരതൻ താടി വെക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ. താടി ഉള്ളത് കൊണ്ട് ബുദ്ധിജീവി തോന്നൽ മറ്റുള്ളവരിൽ ഉണ്ടാക്കാം. അടുത്തത് എവിടെ പോയി? താടി വെക്കാനുള്ള പൈസ സേവ് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു മനസ്സ്. ഒരു ഷേവിന്റെ പൈസയാണോ സേവ് ചെയ്യണം? 150 രൂപ. ബുദ്ധിജീവി വർക്കാവും സംവിധായകനാണല്ലോ. അപ്പം ഏതെങ്കിലും ഒന്ന് പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമതൊരു ഓപ്ഷൻ ഞാൻ മടി എന്നുള്ളൊരു സാധനം പറയുന്നത് മടിയാണ്. അത് സത്യത്തിൽ അതാണ്. അതിങ്ങനെ വളർന്നോളും, വലിയ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വന്നാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അടുത്തത് സൈജു ചേട്ടനാണ്. സൈജു കുറുപ്പ് സ്വയം ശപിക്കുന്നത് എപ്പോൾ? ഓപ്ഷൻ എ, ഫോൺ ചാർജ് ചെയ്യാൻ വെച്ച് സ്വിച്ച് ഓൺ ആക്കാൻ മറക്കുമ്പോൾ. ഓപ്ഷൻ ബി, കുളിക്കാൻ കയറി ടവൽ എടുക്കാൻ മറക്കുമ്പോൾ. കുളിക്കാൻ കയറി ടവൽ എപ്പോഴും സംഭവിക്കുന്നത്. ഓക്കെ, അടുത്ത സുരേഷ് ചേട്ടനോടാണ്. സുരേഷ് കൃഷ്ണ ഏറ്റവും കൂടുതൽ ജീവിതത്തെ വെറുക്കുന്നത് എപ്പോൾ? ഓപ്ഷൻ എ, മുഖ്യ ബിസ്ക്കറ്റ് ചായയിൽ വീഴുമ്പോൾ. ഓപ്ഷൻ ബി, എല്ലാ മാസവും 1-ാം തീയതി ഡ്രൈ ഡേ ആണെന്ന് ഓർക്കുമ്പോൾ.
എനിക്കൊരു 3-ലും അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. എന്റെ ആദ്യം എന്തായിരുന്നു? ബിസ്ക്കറ്റ്. ആദ്യം ബിസ്ക്കറ്റ് ഞാൻ ചായ കുടിക്കില്ല, ബിസ്ക്കറ്റ് കഴിക്കാറില്ല. ഒന്ന് ഫസ്റ്റ് എന്തായിരുന്നു? എല്ലാ മാസവും ലൈഫ് വെറുക്കുന്നതല്ല ചോദിച്ചത്. അതെ, വെറുക്കുന്ന ഈ രണ്ട് കാര്യത്തിലേതോ? ഈ രണ്ട് കാര്യത്തില് ഒന്നാം തീയതി ഡ്രൈ ഡേയിലും ഞാൻ അങ്ങനെ വെറുക്കാറില്ല. സ്റ്റോക്ക് ഉണ്ട്. സ്റ്റോക്ക് ഉണ്ടാവും. കോവിഡ് സമയത്ത് പോലും എന്നെ അലട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്കത് ഞാൻ ഉത്തരം പറയാനാണ്, ഞാൻ അങ്ങനെ ഒന്നാമത് ജീവിതം വെറുക്കാറില്ല. ഇല്ല, അങ്ങനെ ഒന്നും തളർന്നു കൊടുക്കുന്ന ആളല്ല. ഓരോ ദിവസവും ഓരോ നിമിഷവും ജീവിതം ആസ്വദിക്കുക എന്ന് ചിന്തിക്കുന്നതും അതുപോലെ ചെയ്യുന്നതും ആയിട്ടുള്ള ആളാണ്. ഓക്കെ, അടുത്ത് വീണ്ടും രാഹുൽ ഏട്ടാ. എവിടെ പോയി? ഇത് ഓരോ സെഗ്മെന്റോട് ഇറങ്ങിയിരിക്കുക. രാഹുൽ രജി നായർ നായർക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ എപ്പോൾ? വാതിലിലെ പുഷും പുള്ളും മാറുമ്പോൾ. ഓപ്ഷൻ ബി, ഇപ്പോ സിനിമ ഒന്നുമില്ലേ എന്ന ചോദ്യവുമായി ബന്ധു അടുത്തേക്ക് വരുമ്പോൾ. വാതിലിലെ പുഷ്പം മറ്റേ ശീലമായി. നമ്മളിപ്പോ ഷൂട്ടിംഗ്, പിന്നെ അത് ആർക്ക് ശീലമാകത്ത? ഇപ്പൊ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നിട്ടുള്ള പിറ്റേ ദിവസമായിരിക്കും നമ്മൾ വീട്ടിൽ വന്നിട്ട് ഇപ്പൊ പടമൊന്നും ഇല്ലേ എന്ന് ചോദിക്കും. അപ്പൊ അത് ഈ ഗൾഫുകാർക്ക് തിരിച്ചു. പണ്ട് ജഗതി സാറിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം നിലം തൊടാ വീട്ടിൽ വരാൻ സമയമില്ലാതെ ഷൂട്ട് ചെയ്യുന്ന കാലത്ത് ഒരു ദിവസം വീട്ടിൽ വരുമ്പോ ആരെങ്കിലും വഴി പടമൊന്നും ഇല്ലല്ലേ എന്ന് ചോദിക്കും. ഇല്ല, ഇപ്പൊ റെസ്റ്റാ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് മറ്റേതിപ്പം എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക സിനിമാക്കാർക്കും പറ്റാറുണ്ട്. ശീലമാവുന്ന പുഷം ടെൻഷനാവും. മറ്റേ ഓക്കെ